10 തവണ ഹംദാൻ ഇൻ്റർനാഷണൽ ഫോട്ടോഗ്രാഫി അവാർഡ് നേടിയ ഒരു മലയാളി. ഇതൊരു അത്ഭുതമാണ്. ഇങ്ങനെ ഇത്രയധികം തവണ ഇതേ പുരസ്കാരം നേടിയ മറ്റൊരാൾ UAE-യിലില്ല. ഷൈജിത്ത് ഫോട്ടോഗ്രാഫിയിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ പുതിയതായിട്ട് വീഡിയോഗ്രാഫിയിലേക്കും വന്നിട്ടുള്ള ആൾ. അതോടൊപ്പം ഷാർജ എക്സ്പോഷനിലടക്കം അംഗീകാരം നേടിയിട്ടുള്ള ഷൈജിത്ത് UAE-യിൽ മലയാളികൾക്കിടയിൽ ഷൈജിത്ത് വേറിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഷൈജിത്ത് വലിയ സന്തോഷം. ക്യാമറയെക്കുറിച്ച് തന്നെ സംസാരിച്ചു തുടങ്ങാം, ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് തന്നെ സംസാരിച്ചു തുടങ്ങാം. എത്ര വർഷമായി ഫോട്ടോഗ്രാഫി ഒരു പാഷനായിട്ട് കൊണ്ട് നടക്കുന്നത്? ഫോട്ടോഗ്രാഫി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ വന്നതിന് ശേഷമാണ്. പിന്നെ ദുബായിലെത്തിയ ശേഷം ഒരു 2012 ആ സമയത്താണ് ഞാൻ ക്യാമറ വാങ്ങിയത്, പ്രൊഫഷണൽ ക്യാമറ വാങ്ങിയത്. അപ്പോൾ 2012 മുതൽ ആ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ലാൻഡ്സ്കേപ്പ് അങ്ങനെയൊക്കെയുള്ള ഇതാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ഇപ്പം അതിൽ നിന്ന് മാറി കുറച്ച് ട്രാവൽ ഫോട്ടോഗ്രാഫി, ലൈഫ് സ്റ്റൈൽ അങ്ങനെയൊക്കെയുള്ള ഇതിലാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10-13 വർഷമായി കൂടെ കൊണ്ടു നടക്കുന്നത്. ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു ടേണിങ് എങ്ങനെയാണ് ഉണ്ടായത്? വന്നിട്ട് എന്ന് പറയുമ്പോൾ ക്യാമറ വാങ്ങാൻ പറ്റിയത് ഇവിടെ വന്നിട്ട് എന്ന് മാത്രമാണ്. വർക്ക് സ്റ്റാർട്ട് ചെയ്ത അഡ്വർടൈസിങ് കമ്പനിയിലാണ്. അപ്പോൾ കേരളത്തിൽ വളപ്പിലെ അഡ്വർടൈസിങ് അവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതെ, തൃശ്ശൂരിലെ കണ്ണൂർ ബ്രാഞ്ചിലായിരുന്നു. പിന്നെ ഞാൻ എറണാകുളത്തേക്ക് പോയി. അപ്പോൾ അവിടെ ആലിക്കാസിൻ്റെ അങ്ങനെയൊക്കെയുള്ള വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഷൂട്ടും എല്ലാം കാണുന്നതാണ്. അങ്ങനെ ആർട്ടിൽ നിന്ന് ചെറുതായിട്ട് ഫോട്ടോഗ്രാഫിയിലേക്ക് മാറി. പിന്നെ UAE-യിലെ അജ്മാൻ മുനിസിപ്പാലിറ്റിയുടേതാണെങ്കിലും അല്ലെങ്കിൽ ദുബായ് മുനിസിപ്പാലിറ്റി, ഇങ്ങനെ കുറേ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ വകുപ്പുകളുടെ ഒക്കെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അതെ അതെ. എങ്ങനെയായിരുന്നു ആ പുരസ്കാരങ്ങളുടെ ഒരു ആദ്യം ലഭിച്ച പുരസ്കാരം ഏതാണ്? ആദ്യം ലഭിച്ച എനിക്ക് ദഫ്ര ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇവൻ്റിലെ പിന്നെ ഇവൻ്റാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് ക്യാമൽ റേസ്, ഈ സലൂക്കി റേസ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇവൻറ്റിൻ്റെ ആ ഒരു വർഷത്തെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ആദ്യമായിട്ട് പ്രൈസ് കിട്ടുന്നത്. അതിൽ ആദ്യം കിട്ടിയത് 9th പ്രൈസ് ആയിരുന്നു. അതെ, അവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. 10 തവണ ഒരേ പുരസ്കാരം ലഭിക്കുക, ഹിപ്പ പുരസ്കാരം ലഭിക്കുക, അത് ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ സംഭവിക്കാത്തതാണ്. ഇവിടെ ഷെയ്ഖ് ഹംദാൻ്റെ ഹംദാൻ ഇൻ്റർനാഷണൽ ഫോട്ടോഗ്രാഫി അവാർഡ്സ്, ഹിപ്പ. അപ്പോൾ അവരുടെ ഡിഫറെൻറ്റ് കോമ്പറ്റീഷൻ നടക്കാറുണ്ട്. അത് മെയിൻ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ആനുവലി നടക്കുന്ന കോമ്പറ്റീഷനാണ്. അതിൽ വലിയ പ്രൈസ് മണിയൊക്കെയാണ്. ഇവിടെ അവർ ഫോട്ടോഗ്രാഫിയുടെ എന്തെങ്കിലും പിന്നെ കൾച്ചറൽ ഇവൻറ്റോ അങ്ങനെ, അല്ലെങ്കിൽ അവരുടെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പം ഹത്തിയുടെ ഇവൻറ്റ് ഇപ്പം നടന്നിട്ടുണ്ടായിരുന്നു, ഹത്തിയുടെ കോമ്പറ്റീഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവൻറ്റ്, മെയിനായിട്ടുള്ള ഇവൻറ്റുകൾ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു കോമ്പറ്റീഷൻ നടത്തും. മന്ത്ലി കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. പിന്നെ അത് വേൾഡ് വൈഡ് കോമ്പറ്റീഷനാണ് ശരിക്കും. അപ്പോൾ അവർ ഒരു പെർട്ടിക്കുലർ തീം ഉണ്ടാവും ഓരോ മന്തും. അതിൽ ആപ്റ്റാകുന്ന പിക്ചർ ഞങ്ങൾ ഹാഷ്ടാഗ് ചെയ്യണം. പിന്നെ അവരുടെ വെബ്സൈറ്റിലേക്ക് അത് അപ്ലോഡ് ചെയ്യാൻ പറയും. എന്നിട്ട് അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സൈൻ ചെയ്തിട്ടൊക്കെ അയക്കണം. അങ്ങനെയാണ് അതിൻ്റെ ഫ്ലോ. എന്നിട്ട് അതിൽ നിന്നാണ് അവർ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അവർ മന്ത്ലി ഒരു 5 വിന്നേഴ്സിനെ സെലക്ട് ചെയ്യും. അതൊരു 4 പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതല്ലാതെ പിന്നെ ഹിപ്പയുടെ ഇവിടെ ഷെയ്ഖ് ഹംദാൻ്റെ ക്യാമൽ റേസിംഗ് കോമ്പറ്റീഷൻ, അതിൽ ശരിക്കും വീഡിയോഗ്രാഫിയിലാണ്. രണ്ടിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നു, വീഡിയോഗ്രാഫി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വീഡിയോഗ്രാഫിയിൽ 2nd പ്രൈസ് കിട്ടിയിട്ടുണ്ട്. 2023 ഹിപ്പയുടെ കൂളസ്റ്റ് വിൻ്റർ എന്ന് പറഞ്ഞിട്ടൊരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആ വിൻ്ററിൻ്റെ ടൈം ഞങ്ങൾ ഇവിടുത്തെ UAE-യിലെ വിൻ്ററിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, വിൻ്റർ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷനാണ്. അപ്പോൾ അതിൽ ഗ്രാൻഡ് പ്രൈസ് ആയിരുന്നു ആ ഒരു 2023. മറ്റ് അവാർഡുകളും ഉണ്ടല്ലോ ഇതോടൊപ്പം തന്നെ, അത് ഏതൊക്കെയാണ് പ്രധാനമായിട്ട് ഉള്ളത്? ഫോട്ടോഗ്രാഫിയിൽ മെയിനായിട്ട് പിന്നെ കിട്ടിയത് സിയന്ന ഫോട്ടോഗ്രാഫി അവാർഡ്സ് ഇറ്റലിയിൽ നടക്കുന്നതാണ്. അത് 2023 അതിൻ്റെ ജേണി ആൻഡ് അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയിൽ ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു. ഷൈജിത്ത് ദുബായിൽ വന്നിട്ട് പ്രൊഫഷണൽ കരിയർ, പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫി, അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലാൻഡ്സ്കേപ്പ്? ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻസ്, അതിൽ കിട്ടുന്ന പ്രൈസ് മണി ആയാലും നമുക്ക് വീണ്ടും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും അതിനൊക്കെ പറ്റുമായിരുന്നു. പുതിയ ക്യാമറകൾ വാങ്ങിക്കാനും, അല്ലെങ്കിൽ എനിക്ക് പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ക്യാമറ തന്നെ എനിക്ക് പ്രൈസ് ആയിട്ട് കിട്ടുകയാണ്. ഈ എക്സ്പോഷറിൽ, ഷാർജ എക്സ്പോഷറിൽ വിന്നർ ആയിരുന്നു. അതെ, ഷാർജ എക്സ്പോഷറിൽ ഈ വർഷം ആർക്കിടെക്ചർ കാറ്റഗറിയിൽ ഫസ്റ്റ് വിന്നർ ആയിരുന്നു. അത് ആർക്കിടെക്ചറിൽ മെയിനായിട്ട് ലൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു 5 എമിറാത്തി കിഡ്സ് വന്നിട്ട് അത് മേലേക്ക് നോക്കുന്ന ഒരു ഇതുണ്ട്, ആ ലൈറ്റ് വീഴുന്ന ഒരു സംഭവം, അത് ക്യാപ്ചർ ചെയ്തതിനാണ് അതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. ഈ ആർക്കിടെക്ചറൽ ഫോട്ടോഗ്രാഫി നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് മറ്റു ഫോട്ടോഗ്രാഫികളും ഉണ്ടാവുമല്ലോ മനസ്സിലിങ്ങനെ ടച്ച് ചെയ്ത് കിടക്കുന്നത്? അതെ അതെ. അതിൽ പിന്നെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഫോട്ടോ ആണ് ഉമ്മൽ കോയിലിൽ ക്യാമൽ ബാത്തിൻ്റെ സമയത്ത്. അത്
സമ്മർ ആവുന്ന സമയത്ത് ഈ വിൻ്ററിൽ അവരുടെ ക്യാമൽ റേസ് സ്റ്റാർട്ട് ചെയ്യും. അതിന് മുന്നേ അവർ ക്യാമൽസിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മൽക്കോയിൽ അവിടെ ഒരു ബീച്ച് ഉണ്ട്. അതിൽ പിന്നെ അവർ ഫാമിലി ആയിട്ട് വരും, അവരുടെ ക്യാമൽസിനെയും കൊണ്ടുവരും. എന്നിട്ട് അതിൽ ഡിപ്പ് ചെയ്യുന്നൊരു ഇതുണ്ട്, ചടങ്ങുണ്ട്. അത് എവരി ഇയർ അവിടെ ഷൂട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ 2-3 വർഷമായി ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു. അതിൽ പിന്നെ ഹാഫ് വാട്ടർ ഹാഫ് എയറിൽ നിൽക്കുന്ന ഒരു ഇത് ഷൂട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഒരു ദിവസം ഞാൻ പോയ സമയത്ത് ഒരു ഗ്രൂപ്പ് വന്ന് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു. അപ്പോൾ അന്ന് നല്ല പിന്നെ ലൈറ്റും ആയിരുന്നു, വാട്ടർ നല്ല കാമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ അവർ ആ ബാത്തിൻ്റെ സമയത്ത് അണ്ടർ വാട്ടറിൽ വെച്ചിട്ട് കുറച്ച് ഷൂട്ട് എടുത്തു. അതിൽ കുറച്ചധികം ഷൂട്ട് ചെയ്തിട്ടുണ്ട് അന്ന്. അതിൽ എനിക്കൊരു 5 അവാർഡ് കിട്ടിയിട്ടുണ്ട് ആ ഒരു പിക്ചർ. അതെ. ഇപ്പോൾ നമ്മൾ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയെ കുറിച്ചാണ് കൂടുതലും പറഞ്ഞത്. സ്റ്റിൽ ഫോട്ടോഗ്രാഫിക്കൊപ്പം തന്നെ വീഡിയോ ചെയ്യുന്നുണ്ടോ? വീഡിയോ ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഷെയ്ഖ് ഹംദാൻ്റെ ഒരു ക്യാമൽ റേസിംഗ് കോമ്പറ്റീഷൻ്റെ ആയിട്ട് അതിൽ 2 കാറ്റഗറി ഉണ്ടായിരുന്നു, ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നു, വീഡിയോഗ്രാഫി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2ലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വീഡിയോഗ്രാഫിയാണ് അവർ സെലക്ട് ചെയ്തത്. അതിൽ 2nd പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വീഡിയോഗ്രാഫി ഞാൻ ശരിക്ക് അതിൻ്റെ എക്യുപ്മെൻറ്റ്സൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് മൊബൈലിലും പിന്നെ ഹാൻഡ് ഹെൽഡായിട്ട് വെച്ചിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ നാഷണൽ ജിയോഗ്രാഫിയിലേക്ക് വേണ്ടിയിട്ട് അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഈ ഫുൾ ടൈം ജോബ് വെച്ചിട്ട് അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം ഒരുപാട്. അപ്പോൾ നോക്കട്ടെ, ട്രൈ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. കുടുംബം, ഷൈജിത്തിൻ്റെ സ്ഥലം, കുടുംബമൊക്കെ? വീട് കണ്ണൂർ പൊതുവാച്ചേരി എന്ന് പറയുന്നൊരു ഗ്രാമത്തിലാണ്. കുടുംബം, ഭാര്യ മക്കളൊക്കെ? ഭാര്യ മക്കളും. ഭാര്യ ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഭാര്യയുടെ പേര് ശുഭശ്രീ. 2 മക്കളാണ്. ഒരാൾ ഇഷാൻ, മറ്റേ ആൾ വിഹാൻ. ഒരാൾക്ക് 13 വയസ്സ്, ഒരാൾക്ക് 6 വയസ്സ്. ഷൈജിത്ത്, ഏതായാലും കണ്ടതിൽ സന്തോഷം. നമ്മൾ ഫോട്ടോ പലയിടത്തും കാണാറുണ്ട്. ഈ ഫോട്ടോഗ്രാഫി സ്റ്റിൽസൊക്കെ കാണുമ്പോൾ നമ്മൾ എക്സ്പോഷനൊക്കെ വരുമ്പോൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് പലതും കണ്ടിട്ട്. നേരിട്ട് കണ്ടു, അതിൽ സന്തോഷം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ നാഷണൽ ജിയോഗ്രഫിക്കും അതുപോലെ മറ്റു മേഖലകളിലും ഒക്കെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കട്ടെ. സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.